ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെ നല്ലൊരു പ്രസൻറ്റേഷൻ ഡിസൈൻ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ ക്യാൻവയുടെ ഹോമിലേക്ക് വന്നിരിക്കുക. നമുക്ക് ഇത് ആൾറെഡി ക്യാൻവ എന്ന് പറയുന്നത് AI ഇൻ്റഗ്രേറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, AIനോട് ഡിസൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഹോമിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു തരാം. എങ്കിലും ഇവിടെയും അത് തന്നെയാണുള്ളത്. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഡിസൈൻ എ പ്രസൻറ്റേഷൻ. ഇത് പ്രസൻറ്റേഷൻ്റെ ചാപ്റ്റർ ആണല്ലോ. സോ പ്രസൻറ്റേഷൻ എങ്ങനെ AI വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പ്രസൻറ്റേഷൻ്റെ ക്രിയേറ്റീവ് ഡിസൈനിൽ പോയാൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ്റെ ഫേസ് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. അത് നേരെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവലി ചേഞ്ച് ചെയ്യാം. ഞാൻ AIയും കൂടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഡിസൈൻ എ പ്രസൻറ്റേഷൻ ഇൻ ദ ടോപ്പിക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. എന്നിട്ട് ഞാൻ give me 10 slide for ബിസിനസ് ഓണേഴ്സ്. നിങ്ങൾക്ക് എന്താണോ അടിച്ചെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് അടിച്ചെടുക്കാം. സോ ഇത് നിങ്ങളുടെ ഓരോ മാജിക് ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. ഈ മാജിക് ഡിസൈൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ടെംപ്ലേറ്റ് എല്ലാം വരിക. അത് AI ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. സോ നിങ്ങൾക്ക് കുറച്ച് സമയം പിടിക്കും അത് ജനറേറ്റ് ആയിട്ട് വരാൻ, എങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ആൾറെഡി ടെംപ്ലേറ്റ്സ് ഇവിടെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്, ഏതൊരു മറ്റൊരു ഡിസൈനും പോലെ. പക്ഷേ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി പറയുന്നത്. കാരണം ഇനിയുള്ളൊരു കാലം എന്ന് പറയുന്നത് കണ്ടോ, ഇവർ തന്നെ നല്ല ടോപ്പിക് ഇട്ട് 7 ഇതോടെ ജസ്റ്റ് മൗസ് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിരുന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ല ഡിസൈനായിട്ട് നോക്കിയിട്ടെടുക്കും. ഇതെനിക്ക് ഒന്നുകൂടി കളർഫുള്ളായി തോന്നുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, നല്ല അവരുടെ ഇമേജ് നോക്കിയിട്ട് ഈ കോമ്പിനേഷൻ എല്ലാ ട്രെൻഡുകളും ഉണ്ട്. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അവർ 2018 ഇങ്ങനെ ഓരോന്നിൻ്റെ ഓവർവ്യൂ അടക്കം നമുക്ക് തന്നിട്ട്. സോ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കണം, സെലക്ട് ചെയ്യണം, എന്നിട്ട് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് നിങ്ങൾ കൊടുത്താൽ മതി. സോ നിങ്ങൾ നോക്കൂ, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ആൾറെഡി എഴുതി വെച്ച ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പോൾ അവിടെ ഡേറ്റ് അടക്കം പോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഓരോ അപ് ടു 17 പേജ് വരെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസും അവിടെ വെച്ചിരുന്നു. ഞാനപ്പോൾ ഓക്കെ, ഇത് അവർ എക്സ്ട്രാ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് അവർ AI ഉണ്ടാക്കിയത് എന്താണെങ്കിലും എക്സ്ട്രാ ഇനി നിങ്ങൾക്ക് ഡിസൈൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഇതിൽ AI കണ്ടന്റ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നേരെ എടുത്താൽ എല്ലാവരും ഇത് AI കണ്ടന്റുകളാണ്. ഓക്കെ, SEO എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യതകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്. 3 നീറ്റ് അവർ എക്സ്പെർട്ട് ടീം എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ ഫോട്ടോ മാറ്റി കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഞങ്ങൾക്കറിയാലോ മറ്റേ ഡിസൈനിൽ പഠിപ്പിച്ച പോലെ തന്നെ. പിന്നെ സ്ലൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എഴുത്തുകളെ പാടുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കണ്ടന്റുകൾ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇനി നോക്കൂ, ഞാനൊരു പുതിയ സ്ലൈഡ് കൂടി എനിക്കൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തും.
സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് സ്പെഷ്യലായിട്ട് ഒരു പേജ് വേണം. അപ്പോൾ ഞാനൊരു പേജ് ഇവിടെ ആഡ് പേജ് എന്ന് കൊടുത്തു, എന്നിട്ടത് മൂവ് ചെയ്തു. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ-കൊമേഴ്സ് ഇന്ത്യ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്തു, പോയി ഡിസൈൻസിലേക്ക് പോയി ഞാനൊരു ഡിസൈൻ എടുത്തു, പുതിയ ഡിസൈൻ എടുത്തു. ഓക്കെ, എന്ത് ചെയ്തു, സോഷ്യൽ ഒരു ഇന്ത്യ എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഫേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കുറക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫേസ് ഒന്ന് കുറക്കാൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തു, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഈ സോഷ്യൽ മീഡിയ ഇന്ത്യ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, എഐക്ക് കൊടുക്കാൻ പോവാണെങ്കിൽ മാജിക് റൈറ്റിന് അടിച്ചിട്ട് പല ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. വീണ്ടും ഞാൻ കൊടുക്കാൻ പോവാണ്, മീഡിയ ഇൻ ദ വൈബ്രന്റ് ലാൻഡ് ഇന്ത്യ എന്നുള്ളത് കൊടുത്തിട്ട് കണ്ടിന്യൂ റേറ്റിംഗ് എന്ന് കൊടുക്കുക. അപ്പോൾ അവർ കുറേ കണ്ടൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് ഇവിടെ തന്നു. ഓക്കെ, ഇനി നിങ്ങളതൊന്ന് റീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൽ മെയിൻലി സാധാരണ ഏകദേശം കാര്യങ്ങളൊക്കെ ഈ ഫസ്റ്റത്തെ വരിയിലാണ് ഉണ്ടാവുക. കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ഞാൻ രണ്ടാമത്തെ പാരഗ്രാഫാണ് എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ രണ്ടാമത്തെ പാരഗ്രാഫ് എടുക്കുന്നു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഡിലീറ്റ് അടിച്ചിട്ട് ഈ ഒരു കണ്ടന്റ് ഈ ഒരു ഇത് കൊണ്ടുവന്നു. എന്നിട്ട് അലൈൻമെൻറ്റ് ഈ സൈഡിലേക്ക് മാറ്റണം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്കുകൾ കാര്യങ്ങൾ ഭയങ്കര കോൺസ് എപ്പോഴും കണക്കുകളായിട്ട് നമ്മൾ ഷോ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. സോ നോക്കൂ, നല്ല മനോഹരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇന്നത്തെ കണ്ടൻറ്റുകൾ ഞങ്ങൾക്ക് ഒഴിവാക്കാം. ഞാൻ നേരെ കണ്ടൻറ്റ് ചെയ്താൽ ഇനി ആൾറെഡി എല്ലാ കണ്ടൻറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ക്രിയേറ്റിംഗ് ചെയ്യാം. ഇനി നോക്കൂ, നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു എ റിലേറ്റഡ് പേജ് കൂടി വേണം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നേരെ എ എന്ന് പറയുന്ന എലമെൻസുകൾ എടുക്കാം. ഗ്രാഫിക് സെക്ഷനിൽ പോയിട്ട് എ റിലേറ്റഡ് ഇമേജ് എടുക്കുക. ഓക്കെ, ചില ഇമേജുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനത്തെ ഇമേജുകൾ നോക്കി കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഇമേജുകൾക്ക് ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ വരും. ഞാൻ അതെന്ത് ചെയ്തു, ഈ ഒരു പച്ചനെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു സ്ലൈഡ് കൂടി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ലൈഡുകൾ ഓരോന്നും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് റിലേറ്റഡ് ആ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾ ഇവരുടെ എഐക്ക് കൊടുത്തു. നിങ്ങൾക്ക് ആൾറെഡി കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർ നല്ല മനോഹരമായ ഇമേജുകൾ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഉണ്ടാക്കി തരും. നമ്മൾ അത്രത്തോളം അവർക്ക് കൊടുക്കുന്നോ അത്രത്തോളം പ്രോംപ്റ്റുകൾ കൊടുക്കുന്നു, അത്രത്തോളം നമുക്ക് ഡിസൈൻ ചെയ്ത്. ഫൈനലി നമ്മൾ ഡിസൈനിങ് കഴിഞ്ഞാൽ ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. PDF ഓപ്ഷൻ ഉണ്ട്. ഇതിൽ PPT എന്ന ഓപ്ഷനാണ് പവർ പോയിന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ PPT എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യുക. നേരെ അതിൻ്റെ PPT ഫയൽ നിങ്ങൾക്ക് ക്യാൻവയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ
പവർ പോയിന്റ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് കിട്ടുന്നതാണ്. നല്ല മനോഹരമായ പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള വർക്കുകൾ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി വർക്കുകൾ എടുക്കാം, ക്ലയൻറ്റിനെ കണ്ടെത്താം. ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ലോങ് ടൈം വർക്കായിരിക്കും. സോ ഞങ്ങൾക്ക് ഒരുപാട് കാലം അതിൻ്റെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. അതാണ് ലോങ് ടൈം ഡിസൈനിങ് വർക്കാണ് പ്രസൻറ്റേഷൻ. മെയിൻലി ടീച്ചേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, മാർക്കറ്റേഴ്സ് ഇങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ വർക്കുകൾ അധികം ആവശ്യം വരിക. സോ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മണി മേക്കിംഗ്. അതുപോലെ ലോങ് ടൈം വർക്കാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി വരും. പിന്നെ ഈ അടുത്ത് ഞങ്ങൾക്ക് വന്നത് എക്സ്പോകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പ്രസൻറ്റേഷൻ ചോദിച്ചിരുന്നു. ഒരുപാട് നിങ്ങൾ ആൾറെഡി നിങ്ങൾ തന്നെ ഒന്ന് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിങ്ങിൽ ആരൊക്കെയാണ് പ്രസൻറ്റേഷൻ്റെ ക്ലയൻസുകൾ എന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് എന്തായാലും നല്ലൊരു വർക്കാണ്. ഒരൊറ്റ സ്ലൈഡിനാണ് നിങ്ങൾ പേയ്മെൻറ്റ് മേടിക്കുന്നത്. 100 രൂപ മുതൽ നിങ്ങൾക്ക് മേടിക്കാം സ്ലൈഡിന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അഫോർഡബിൾ, നിങ്ങൾക്കുള്ള ഒരു ഇൻകം എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ലോങ് ടൈം കസ്റ്റമറാണ്, ഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിലൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം, ഇങ്ങനെ ക്ലയൻറ്റിനെ എടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് പ്രസൻറ്റേഷൻസിൻ്റെ സാധ്യതകൾ ഇതിൽ വരുന്നത്. ആൾസോ ഇനി ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. സോറി, നിങ്ങൾക്ക് എലമെൻറ്റ്സിൽ തന്നെ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് ചാർട്ടുകളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൾറെഡി ഉണ്ടാക്കി വെച്ച പ്രീസെറ്റുകളുണ്ട്. അല്ലെങ്കിൽ ചാർട്ട് എന്നുള്ള സെക്ഷനിൽ പോയാൽ ഇതുണ്ടോ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കണ്ടന്റ് എക്സലിൻ്റെ ഫയൽ കൊടുത്താൽ നേരെ ഇവിടെ ചാർട്ടായി കിട്ടുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടി വെച്ചാൽ ആ ഡിസൈൻ സെലക്ട് ചെയ്യുക, നേരെ ഇവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, ഇത് ജസ്റ്റ് 2 ഇതുള്ളൂ പെർസെൻറ്റേജിൻ്റെ കണക്ക് കൊടുക്കാനുള്ളത്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ. പ്രോഗ്രസ് ബാർ ഉണ്ട്, പല മോഡൽ ഡിസൈൻസ് ഉണ്ട്. ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൾപ്പെടുത്താം. വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷനിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എങ്ങനെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുന്നു, ഒരു കണക്കിനെ നിങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളത്. അവിടെ കണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് ഇത് അടിച്ചു കൊടുത്താൽ ഒരു എക്സൽ ആയിട്ട് ഇനി അപ്ലോഡ് CSV ഉണ്ട്, CSV ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റും. താങ്ക് യു.